ഞാനിവിടെ ആയത്തോതി മൗലവി പറഞ്ഞിരുന്നു മക്ക കുഫാറുകൾക്ക് വേറെ ഇലാഹുണ്ട് എന്നുള്ള വിശ്വാസമല്ല. ഞാൻ പറഞ്ഞു ഉണ്ട് അജാലല്ലാലിഹത ഇലാഹൻ വാഹിദാ. ആ ആയത്തുമലൊക്കെ മൗലവി കെട്ടിമറിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെ ശിർക്ക് വരിക? അതന്നെ, പിന്നെ എങ്ങനെ ശിർക്ക് വരിക? അത് പറഞ്ഞു കൊടുക്കേ. അല്ലാതെ ആൾക്കാർക്ക് ഇവിടെ ഒരു കറക്കം ഉണ്ടായിട്ടില്ല. ഒരു വളരെ കൃത്യമാണ്. ഇലാഹാണ്, ഖാലിഖാണ്, സൃഷ്ടാവാണ്, ആരാധ്യനാണ് എന്ന് കരുതിയാലല്ലേ ശിർക്ക് വരൂ. അങ്ങനെ കരുതിയാലാണ് ശിർക്ക് വരിക. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വേറെ ഒരു മഖ്ലൂക്കിനെയും വിളിക്കാൻ പാടില്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ഒരു മഖ്ലൂക്കിനെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പള്ളിന്റെ ഉള്ളിൽ കയറിയ പിന്നെ മൊല്ലാക്ക ഔദില് വള്ളണ്ടോ എന്ന് ചോദിക്കുമ്പോത്തിന് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നാണോ? ആണോ? ആണെങ്കിൽ ആണ് എന്ന് പറ. വിളിക്കാൻ പാടില്ല എന്നല്ല ഫലാത്തതോ അല്ലാ എന്ന് പറഞ്ഞു കൊടുത്ത് മരിച്ചോലെ എന്ന് പറഞ്ഞിക്കണം, ഹയാത്തിലുള്ളോലെ എന്ന് പറഞ്ഞിക്കണം. വിളിന്നാണോ അതിന്റെ അർത്ഥം? എന്നാ പിന്നെ പള്ളിന്റെ ഉള്ളിൽ കയറിയാ മുണ്ടാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ് അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഖുർആനിക ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറാ. ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അങ്ങനെ ഉലൂഹിയത്ത് ആരോപിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറാ. ഉലൂഹിയത്ത് ആരോപിച്ചുകൊണ്ട് അടുത്തുള്ളവനെയോ അകലെയുള്ളവനെയോ കാണുന്നവനെയോ കാണാത്തവനെയോ മരണപ്പെട്ടവനെയോ ഹയാത്തിലുള്ളവനെയോ ആരെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല. ഒരു വിളി എപ്പോഴാണ് ദുആയാകുന്നത്? വിളിക്കപ്പെടുന്ന ആളെ കാണാനില്ലാതെയാകുമ്പോഴല്ല. പിന്നെ വിളിക്കപ്പെടുന്നവനെ സംബന്ധിച്ച് വിളിക്കുന്നവന്റെ വിശ്വാസം ഉലൂഹിയത്ത് ആരോപിക്കുമ്പോഴാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അങ്ങനെ വിചാരിച്ചാലും വിശ്വസിച്ചാലുമാണ് ശിർക്ക് വരിക എങ്കിൽ ലോകത്തെവിടെ ശിർക്ക് ഉണ്ടാകുക? അങ്ങനെ വിചാരിച്ചോരടുത്തൊക്കെ ഉണ്ടാവുക ശിർക്ക്. ഇലാഹികളായി അല്ലാത്തോലെ ആരൊക്കെ വിചാരിച്ചോ ഓരോരുത്തൊക്കെ ഉണ്ടാവുക ശിർക്ക്. എന്താ അതിൽ അത്ഭുതം? മക്കത്തെ മുശ്രിക്കിന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടാകുവോ? ഓല ഗോഡൌൺ ആക്ക്. മക്കത്തെ മുശ്രിക്കുകള് ശിർക്കിന്റെ ഗോഡൌൺ ആണ്. ഇല്ലല്ലോ. ലാത്തയും ഉസ്സയും മനാത്തയും റബ്ബാണ്, ഖാലിഖാണ് എന്ന വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ആരെഞ്ചാനോട് പറഞ്ഞേ? ആന്റെ താടി മുടി നരച്ച വലിയ പുരോഹിതന്മാരെ എഴുതി തരുന്ന ബളവളാച്ചി പച്ച നുണയും വന്ന് കണ്ട് ഈ അങ്ങാടിയിൽ പറയരുത്. വിവരമുള്ള മനുഷ്യന്മാർ ഈ നാട്ടുകൂടിയൊക്കെ ഉണ്ട്. അതാണ് ഏതാണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കും. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. എവിടേക്കാ നോക്കിയേ? മറിച്ചെന്താ ഉണ്ടായത്? ഇവരൊക്കെ സ്വാലിഹീങ്ങളായിരുന്നു, നല്ലവരായിരുന്നു. അബൂജഹലിനുള്ള ആകെയുള്ള കുഴപ്പം എന്താ അറിയോ? മക്കത്തെവിടെയോ ഒരു ഔലിയന്റെ മക്ബറുണ്ട്. അബൂജഹൽ ഒരു വെള്ളിയാഴ്ച രാവിലെ എന്ത് ചെയ്യും? ആ മക്ബറിൽ പോയിട്ട് ഒരു സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് പടച്ചോനോട് ഒരു ഫാത്തിഹ സൂറത്തൊക്കെ ഓതിയിട്ട് ദ്വാരന്ന് പോരും. ഈ പണി അബൂജഹൽ ചെയ്തതിനപ്പൊ ബദർ യുദ്ധം ഉണ്ടായത്, അതിനാണ് ഇപ്പൊ ഉഹദ് ഉണ്ടായത്, അതിനാണ് ഇപ്പൊ ഹന്തക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണോ? മക്ബറിൽ പോണ മുസ്ലിമീങ്ങളെ കൊല്ലണം. അതുപോലെ മരിച്ച ഔലിയാക്കളെ വിളിച്ചണ മുസ്ലിമീങ്ങളെ കൊല്ലണം. ഓലൊക്കെ മുർത്തദ്ദാണ്. ഇവിടുക്കാണ് ഈ പോക്ക്. ഈ സ്വാലിഹീങ്ങള് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നവരാണ്. അത് മഹാന്മാര് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയും. അത് മഹ്ശറയിൽ വരെ പറയും. അവസാനത്തെ ശഫാഅത്ത് നമുക്ക് ചെയ്യാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. അവരൊന്നും ലാത്തി ഉസി മനാത്തി ഇലാഹാണ് ഖാലിഖാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എവിടെയൊക്കെയാണ് കണ്ടത് മൗലവി? എന്നാൽ കേട്ടോ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല അബൂജഹലിന്റെ വിശ്വാസം പറയുന്നുണ്ട്. ഒരു സമയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതാ മക്കക്കാരായ കുറച്ച് ലീഡർമാര് കടന്നു ചെല്ലുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോ മക്ക കുഫാറുകൾക്ക് കുറച്ച് ബേജാറ് തുടങ്ങി. അവര് അബൂ താലിബിനെ സമീപിച്ചിട്ട് ചെറിയൊരു കോംപ്രമൈസ് ഒക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ മക്ക കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലെത്തി. അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ മക്ക കുഫാറുകളോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്. അറഅയ്തും മിൻ അഅതൈതുകും മാ സഅൽതും അതുഅതൂനി അൻതും കലിമത്തൻ വാഹിദാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരാം, പക്ഷേ ഒരൊറ്റ
ഒറ്റ വാക്കേ നിങ്ങൾ എന്നോട് പറയേണ്ടതുള്ളൂ. ഖാല തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജഹലിനോട് അല്ലെങ്കിൽ അബൂലഹബ് ഉത്ബത്ത് ശൈബത്ത് അടക്കമുള്ള അന്നത്തെ മക്ക കുഫാറുകളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം ജനങ്ങളെ. അതാണ് അള്ളാന്റെ റസൂലോട് എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹില്ല എന്ന് പറയണം. അള്ളാഹ് എന്ന് പറഞ്ഞാ മനസ്സിലായല്ലോ. അള്ളാഹ്ക്ക് സമാന്തരമായ വേറെ ഇലാഹില്ല എന്ന് പറഞ്ഞാലും മനസ്സിലായി. ഇനി അതിനെന്താ മറുപടി? ഒന്നിരിക്കെ അള്ളാഹ് അല്ലാത്ത ഇലാഹില്ല എന്ന് പോലും പറയണം, അല്ലെങ്കിൽ അള്ളാഹ് അല്ലാത്ത ഇലാഹ് ഉണ്ട് എന്ന് പറയണം. അതാണല്ലോ അതിന് മറുപടി. പറഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം തീരുകയാണ്. ഇത് പറഞ്ഞപ്പോ മൗലവി എന്താ പറഞ്ഞ്? അല്ലാത്ത ഇലാഹുണ്ട് എന്ന് മക്കത്തോർക്കും വിശ്വാസല്ലേ? നീതാ ഏത് വേദഗ്രന്ഥം നോക്കിയാടോ നീ ഇവിടെ തൗഹീദ് പറയാൻ വന്നത്? അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് മക്ക കുഫാറുകളോട് ആവശ്യപ്പെട്ടപ്പോ അവരുടെ മറുപടി എന്താണെന്നറിയോ? അജഅലല്ലാലിഹത ഇലാഹൻ വഹിദാ. മുഹമ്മദ്, ഞങ്ങളെ പല ദൈവങ്ങളെ, കുലദൈവങ്ങളെ, ബഹുദൈവങ്ങളെ ഒന്നാക്കണം എന്നാണോ ഞങ്ങളോട് നീ ആവശ്യപ്പെടുന്നത്? ഇന്നഹാദാല ശൈഉൻ നുജാബ്. ഒരു ഇലാഹുള്ളൂ എന്ന് പറയാൻ ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾക്കൊന്നിലധികം ഇലാഹുകളുണ്ട്. ഒരു വലിയ ദൈവവും കുറെ കുട്ടി ദൈവങ്ങളും അടക്കമുള്ള ഒരു ദൈവികമായ സഭയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന അർത്ഥത്തില്. അതാണ് അല്ലാത്ത ഇലാഹില്ല നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അല്ലാത്ത ഇലാഹില്ല എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആർക്കും തിരിയില്ലേ ഇത് ആലിഹത്തിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന്? അല്ലാതെ ആലിഹത്തില്ല എന്ന് പറയാനാണല്ലോ റസൂലുള്ള പറഞ്ഞത്. ഹവൻ നഫ്സ് അള്ളാന്റെ അല്ലാതെ പറ്റൂല എന്നല്ലല്ലോ. പക്ഷെ മൗലവി ഞാനൊരു ഉഡായിപ്പ് മറുപടി പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ മൂപ്പര് കാര്യമായിട്ട് ചോദിക്കണം എന്താ അറിയോ? മക്കത്തെ മുശ്രിക്ക് ഒരുപാട് ആലിഹത്തിലായിരുന്നു വിശ്വസിച്ചത്. അതാണ് അത് ഞാൻ മാത്രല്ല എങ്ങായി ഫൈസൽ മൗലവി പറയുന്ന പച്ച മലയാളത്തിൽ ഞാൻ കേട്ടില്ലേ? മക്ക കുഫാറുകൾ അല്ലാത്ത ഇലാഹു ഉണ്ട് എന്ന് പറയണോലായിരുന്നു എന്ന് ഫൈസൽ മൗലവി പച്ച മലയാളത്തിൽ പറയുന്നത് ഞാൻ ഇവിടെ കേൾപ്പിച്ചില്ലേ? ഈ കാമാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ആലിഹത്തുകളിലല്ല, ഞങ്ങൾ ഏക ഇലാഹിലാണ്. അതാണ് ഞങ്ങൾ ഏക ഇലാഹിലാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവരാണ് ഇവിടത്തെ സുന്നത്തി ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളോ. എന്നാൽ അവരോ ഇന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പറയൂന്ന് പറയുന്നതിന് പകരം മൂലം പുറംതിരിഞ്ഞു പോകലാണ്. അത് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതല്ല, അതുള്ള ഹക്കാണ്. ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏക ആരാധ്യനായ അല്ലാഹുവിലേക്ക് നിങ്ങൾ വരൂ എന്ന് ഖുറൈശി ഗോത്രത്തോട് പറഞ്ഞു. മക്കക്കാരോട് പറഞ്ഞപ്പോ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ. അതാണ് ഏക ഇലാഹ്ക്ക് വരൂ എന്ന് പറയുമ്പോ എന്താ മറുപടി അറിയണ്ടേ? ഒന്നിരിക്കെ ഏക ഇലാഹ്ക്ക് വരാന്ന് പറയണം, അല്ലെങ്കിൽ ഏക ഇലാഹ്ക്ക് വരൂല ബഹുദൈവത്തിക്കാ പോവുക എന്ന് പറയണം. അവിടെ മറുപടി കറക്റ്റ് അല്ലേ? അല്ല മുഹമ്മദേ, എല്ലാ ആരാധ്യന്മാരെയും നീ ഒന്നാക്കി മാറ്റിയാണോ? കണ്ടോ, ഇലാഹ് ഒന്നാകാൻ പറ്റില്ല, ഒരുപാട് ഉണ്ടാകണം എന്നല്ലേ പറഞ്ഞ്? അവിടെ ആലിഹത്ത് എന്ന് പറഞ്ഞില്ലേ? ആലിഹത്ത് എന്ന് പറഞ്ഞക്കല്ല, റസൂലുള്ളാഹിക്ക് എന്തിന്റെ മറുപടിയാ ഒരു കൊടുത്ത്? ഒന്നിലധികം ഇലാഹ് പാടില്ല എന്നുള്ളതിന്റെ മറുപടിയാ കൊടുത്ത്. അല്ല, ഞങ്ങൾക്ക് ഒന്നിലധികം ഇലാഹുമാണെന്ന്. അപ്പൊ ആരാധ്യന്മാരല്ലേ അവര്? ഒരുപാട് ആരാധ്യന്മാരുടെ ഒരു സഭയിലാണ് അവർ വിശ്വസിച്ചത്. അതാ ഒരു വല്യമ്പുരാനും കുട്ടിത്തമ്പുരാക്കളായിരുന്നു. എന്നാ അത് പറഞ്ഞിട്ട് എന്താ പോര് സ്ഥാപിക്കണത്? അത് സ്ഥാപിക്കണത് അള്ളാന്റെ റസൂലിനെ വിളിച്ചാൽ അത് ദൈവാകൂല തന്നെ. ഞങ്ങൾ നബിനെ വിളിക്കണതും CM മടവൂരിനെ വിളിക്കണതും മൊഹീദ് ശൈഖിനെ വിളിക്കണതും മമ്പുറം തങ്ങളെ വിളിക്കണതും ആരാധ്യന്മാര് എന്ന് കരുതിയിട്ടല്ല. അല്ല, അതുകൊണ്ട് അവര് ഇലാഹുമല്ല, അടിമകൾ മാത്രമാണ്. വിരലനക്കണമെങ്കിൽ അള്ളാഹു കഴിവ് കൊടുക്കണം. ശരി, എന്നാ ഖുർആൻ വേറൊരു കാര്യം പറഞ്ഞു. പറഞ്ഞതിനെ പറ്റി പറയാം. അല്ലാത്ത ഇലാഹില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മറുപടി അല്ലേ കൊടുക്കുക? അല്ലാത്ത ഇലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇലാഹിന്റെ ഓപ്പോസിറ്റിലാണ് ആ ഇലാഹ് എന്ന് മനസ്സിലാക്കി കൂടെ? എന്താണ്? അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ. സ്വന്തം ദേഹേച്ഛയെ തന്നിഷ്ടത്തെ ആരാധനാക്കിയവനെ നീ കണ്ടോ? അങ്ങനെ ആയത്തുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലേ ദേഹേച്ഛ ഞങ്ങൾക്ക് വേറല്ല എന്നല്ല
അതിന്റെ അർത്ഥം. ഇലാഹ് വേറല്ല എന്ന് തന്നെയാണ്. അപ്പൊ അതിന് മറുപടി എടുക്കുമ്പോ ഒന്നിരിക്കെ ഇലാഹ് വേറല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയണം. അവിടെ അതാ മറുപടി. അവിടെ ഇലാഹുന പറഞ്ഞത് അതന്നെ. അവിടെ ഇലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഹേച്ഛ എന്നാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം? അള്ളാഹു അല്ലാത്തൊരു ദേഹേച്ഛ ഞങ്ങൾക്കില്ല എന്നാണോ? അതിനാണല്ലോ ഒരു മറുപടി കൊടുത്ത്. ഇനി ഈ ആയത്തിറങ്ങിയത് എന്തിനാ മൗലവേ? ഇമാമിങ്ങൾ ഈ ആയത്തിന്റെ പശ്ചാത്തലം വിശദീകരിച്ചിട്ടില്ലേ? ഇതൊരു ഹാരിസ് എന്ന് പറയുന്ന ഹാരിസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. എന്താണ് അയാളെ സ്വഭാവം? ലിഅന്നഹു കാന യഅ്ബുദു മാ തഹ്വാഹു നഫ്സുഹു. മനസ്സ് തോന്നിനീനെ മുഴുവനും ഇലാഹാക്കുന്ന ചങ്ങായിയാണ്. ആ ആയത്തും ഇറങ്ങിയത് അത് തന്നെയാണ്. മനസ്സ് തോന്നുന്നതിനെ മുഴുവനും ഇലാഹാക്കാൻ പാടില്ല. അപ്പൊ ഇലാഹാക്കരുത് എന്ന് പറഞ്ഞാൽ ഇലാഹാക്കരുത് എന്ന് തന്നെയാണ് ആയത്തിന്റെ അർത്ഥം.